എന്തൊരു ചൂടാണോ ഇങ്ങനെ വെയിൽ നിന്ന് സമരം സമ്മേളനമൊക്കെ എങ്ങനെ നടത്തും? ഓ വരണ്ടേ? ഇതെവിടെ പോയതാ? പക്ഷേ തള്ളുവണ്ടി പോയാ? ജോർജ് കുട്ടി തള്ളുകാരൻ, ഗൾഫുകാരൻ. സത്യം പറഞ്ഞാൽ ഞാൻ മര്യാദയ്ക്ക് ഇച്ചിരി സമയം ഇന്ന് വീട്ടിൽ ഇരിക്കണമെന്ന് വിചാരിച്ചാണ്. അവനെ സഹിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ മീറ്റിംഗ് എന്ന് പറഞ്ഞ് മുങ്ങിയത്. ദൈവമേ, മീറ്റിംഗ് ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. ഇവനൊക്കെ എന്ത് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ഇവൻ പണ്ടേ ഇത് തന്നെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴേ തള്ളു തന്നെയായിരുന്നു. അവൻ്റെ പറച്ചിൽ കേട്ടില്ലേ? ഗൾഫിൽ അവന് ഭയങ്കര സാമ്രാജ്യമുണ്ട്, അവന് ആനയുണ്ട്, ചേനയുണ്ട്. അവൻ്റെ പറച്ചിൽ കേട്ടാൽ ഏതോ അറബി തള്ളയാണ് അവനെ പെറ്റതെന്ന്. അവൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അതൊക്കെ നമുക്കറിയാം. അവനെല്ലാം മറന്ന്. അതുകൊണ്ട് എന്താണ് എടി ഒരുത്തന്മാർ വന്ന വഴിയും പഴയത് മറക്കരുത്. ക്ലീറ്റോ, അയാൾക്ക് ഇപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ട്. അയാൾ തള്ളായതുകൊണ്ടാണ് അയാൾ ഈ സമ്മാനം മുഴുവൻ നമുക്ക് എല്ലാവർക്കും തന്നത്. സമ്മാനം? എന്തോ സമ്മാനം? എനിക്ക്, അമ്മയ്ക്ക്, ജമന്തിക്ക്, കനകന്, അവർക്കൊക്കെ കൊടുത്തത് അവിടെ നിൽക്കട്ടെ. നിനക്കെന്തോ തന്നടി? അയ്യയ്യേ, നാണം കെട്ടവൻ കൊണ്ടുവന്ന അതുമൊക്കെ വാങ്ങിച്ച. എന്തോന്നടി സമ്മാനം? എന്തോടി? സ്പ്രേ. സ്പ്രേ നോക്കട്ടെ. ലോക്കൽ സാധനം, ഇവിടെ ഫുട്പാത്തിൽ കൊണ്ടിട്ട് വിൽക്കണ സാധനം. എന്റെ ദേഹത്തടിക്കരുത്. എനിക്ക് അതിന്റെ നാറ്റം ഇഷ്ടമല്ല. എനിക്ക് അല്ലാതെ തന്നെ ഒരു മണമുള്ള വിയർപ്പാ എന്റേത്. നല്ലതാ മണത്തോക്ക്. നിങ്ങളെ മൂക്കടഞ്ഞിരുന്നിട്ട് പോയി കുളിക്ക്. എന്റെ മൂക്കിന് ഒരു കുഴപ്പമില്ലതാ. മൂക്കടഞ്ഞത് പൂറ സാധനം. ഇതെന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് നല്ല മുഴുത്ത അസൂയാണ്, അതല്ലേ? ഇനി ഞാൻ ഇതിന്റെ സത്യാവസ്ഥ നിനക്ക് പറഞ്ഞുതരാം. നീ സമാധാനമായിട്ട് കേൾക്കണം. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ജർമ്മനിയിലുള്ള കൊച്ചപ്പനെ വരുമ്പോൾ എപ്പോഴും അവിടെ നിന്നുള്ള കൂടിയ സ്പ്രേയും സോപ്പും ക്രീമും ഒക്കെ കൊണ്ടുവരും. അപ്പം ഞാൻ ഈ സ്പ്രേയും ക്രീമും ഒക്കെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് തേച്ചിട്ട് ഇവന്മാർക്കൊക്കെ തേച്ച് കൊടുക്കും. ഇത് ഇവൻ മനസ്സിട്ടിരുന്ന് എന്നിട്ട് എന്നെ കൊച്ചാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഏതോ ലോക്കൽ ഫുട്പാത്ത് സാധനം മേടിച്ചിട്ട് വന്നേക്കണം. ഞാനുണ്ടായിരുന്നേ കൊണ്ടല്ലോ ഇതിനെ വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞ എൻ്റെ സ്പ്രേ. ലീറ്റോ, ആണുങ്ങൾക്ക് ഇങ്ങനെ കുശുമ്പ് കൊള്ളൂല്ല കേട്ടോ, അത് പെണ്ണുങ്ങളെ പോലെ. ഓ കുശുമ്പ് നിന്റെ ആങ്ങളെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അവൻ പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോഴേ അവൻ്റെ വാലിൽ തൂങ്ങി തന്നെ നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇവൻ ഒരു പുതിയ വീട് വെക്കുന്നുണ്ട് ഈ ജോർജ് കുട്ടി. ഇനി കറണ്ട് കണക്ഷൻ്റെ വല്ല ഇതിന് സോപ്പിടാൻ വേണ്ടിയായിരിക്കും ഈ ക്രീമും ഇതൊക്കെ വന്ന് ഇവിടുന്ന് ലോക്കലും മേടിച്ചുകൊണ്ട് വന്നേക്കണേ. അയ്യോ, അത് കാണുമ്പോൾ തന്നെ കണ്ണു മാറ്റി. എനിക്കൊന്നും കാണണ്ട. പോവാൻ നേരത്തെ ഇങ്ങനെ ചിച്ചിന്ന് പറഞ്ഞ് ചീറ്റിക്കാൻ വേണ്ടി ഞാനാ ഇതെന്റെ പട്ടിയെടുക്കും. ഇത് അടിച്ചില്ലെങ്കിലും എനിക്കൊരു വാസനയുണ്ട് മൊത്തത്തില്. എന്റെ കൂട്ടുകാരൻ തള്ളു ജോർജ് കുട്ടി പോയാ? അവൻ നേരത്തെ പോയി. അവൻ എന്തോ തിരക്ക്. അയ്യോ, 2 ദിവസം കൂടെ ഇവിടെ നിർത്തി സൽക്കരിച്ച് നമ്മളെ സുകുമാരൻ ചേട്ടൻ്റെ മില്ലിൽ അവനെ കൊണ്ട് നിറക്കണമായിരുന്നു. അവിടെ ആനയ്ക്ക് ഇപ്പം എന്തോ വയ്യായിക, കുറച്ച് തടി തള്ളാൻ ഇവനങ്ങ് ഏർപ്പാടാക്കാവുള്ളായിരുന്നു. നിനക്ക് എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ലളിയാ. നിനക്ക് വെറുതെ എന്തിനാ ഈ ആളുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണെന്ന്? നിനക്കേ പറ്റും ഇങ്ങനെയുള്ളതിനൊക്കെ മേയ്ക്കാനും സഹിക്കാനും. കേട്ടാ, അവന്റെ സ്വഭാവം നിനക്ക് മുമ്പേ അറിയണതല്ലേ? അറിയാം, എനിക്കറിയാം. നല്ലപോലെ നിനക്കും അറിയാമല്ലോ. നീ പിന്നെ അവന്റെ നിക്കറ് തൂങ്ങി നടന്നതല്ലേ? അയ്യോ, എന്താ നിനക്ക് മലമുറിച്ച് അവൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞു? എനിക്കൊരു ഫോണാ, ഒരു ഐഫോൺ. ചൈനയുടെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കാണാണ്ടാവും ഫോണൊക്കെ കൊണ്ടുവരണമെങ്കിൽ. എന്തോ ഉണ്ട്, സംഭവം വലുതാണ് നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട്. ഇതെന്താ നോക്കടി, നോക്ക്. സോപ്പാ? എന്തോ 10,000-10,000 രൂപ വില വരുന്ന സാധനം പറഞ്ഞേ. 10,000 രൂപ സോപ്പാ? എന്താണ്? വാച്ചാണോ? ഇത് മറ്റേ ഉത്സവം പറഞ്ഞ പിള്ളേർ കെട്ടണ സാധനം, ലോക്കൽ വാച്ച്. നീ അവനെ കൂടെ ചേർന്ന് തള്ളു. നീ നമ്മളേക്ക് പൊട്ടിച്ചാൽ പോലെ ഇവിടെ കൊണ്ടൊന്നും നമ്മളെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇത് കൊള്ളാം. അയ്യേ, ഇതൊക്കെ അവിടെ ഓരോ സാധനങ്ങളും അങ്ങ് ഫ്രീ കൊടുക്കുന്ന സാധനമാണിത്. തന്നെ അത് തന്നെ. ഒരു കാര്യം ആ കഴിഞ്ഞ അടിച്ച കണ്ടേ, ഈ മാട്ട സാധനം കിട്ടിയെന്ന് പറഞ്ഞ് ഈ രാജാവിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കരുത്. ഇതിന്റെ അയലത്ത് വരില്ല ഈ സാധനം. ഇത് ലോക്കലാണ്. എടാ, അതിന് ഇത് എനിക്കുള്ളതല്ല, അത് നിനക്ക് തരാൻ വേണ്ടി തന്നതാണ്. എനിക്കെന്തിനാ വാച്ച്? എനിക്കോ? ഇഷ്ടല്ലോ. ഞാൻ കുറ്റമൊന്നുമല്ല, അത് അവന്റെ സ്കൂളിലുള്ള വികൃതികളും തമാശകളൊക്കെ പറഞ്ഞല്ലേ. കുറ്റം തന്നെ പറഞ്ഞത്. എടാ, അവൻ തള്ളുന്നുണ്ടെങ്കിൽ അവൻ ഉണ്ടായിട്ടാ തള്ളണത്. ഒന്നുമില്ലാത്ത നീ നല്ല തള്ളാണല്ലോ, അല്ലേ? തമാശയൊക്കെ പറഞ്ഞല്ലേ. വേണ്ടത് ഇത് ഫാസിൽ കൊടുക്കാം, നല്ലത്.
വാസന അല്ലാണ്ട് പിന്നെ അതങ്ങനെ ശരിയാവും. എനിക്ക് വേണ്ടി ഒരാൾ കൊണ്ടുവന്നത് എനിക്ക് തരണം. അല്ല അയാൾക്ക് വിഷമാവൂലേ ഞാൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെയൊന്നും തരാൻ ഞാൻ സമ്മതിക്കൂല. അവൻ ആറ്റുനോട്ടിരുന്നിട്ട് എൻ്റെ മനസ്സ് പ്രതീക്ഷിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ വേറൊരാൾ കിട്ടുന്നത് എനിക്ക് താല്പര്യമില്ല. വെറുതെ ആളുകളെ പറ്റി അങ്ങ് ദൂഷിപ്പ് പറയുക. നാണം വരണ്ട നാണം.